മനസ്സിന് വന്ദനം. പ്രിയ ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, പ്രിയ കൂട്ടുകാരെ, 156 വർഷങ്ങൾക്ക് മുൻപ് 1769 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല, ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം. ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി ഗാന്ധിജിയെ വീണ്ടും ഉയർത്തുകയാണ്. കാലം കാണാൻ കൊതിച്ചിരുന്ന സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി. രാജ്യഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞിക്കയറിയ വിദേശ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി. ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല, കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജീവൻ പോയാലും തലകുലിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി മാറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി, സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മാറി. ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്ത്യതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദൈവസ്വരമായി. ഒരാൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുമ്പോഴാണ്, ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. മറ്റൊരാൾക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സ്വപ്നം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ്. ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ വാക്കിലും പ്രവൃത്തിയിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് അനേകം ശിഷ്യഗണങ്ങളുണ്ടായി. ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, സർദാർ വല്ലഭായ് പട്ടേൽ, ബീരാ ബഹൻ, ആചാര്യ വിനോബ ഭാവെ, CF ആൻഡ്രൂസ്, നർഹരി പരീഖ്, രവിശങ്കർ വ്യാസ് തുടങ്ങിയവർ ഗാന്ധിസത്തിന് അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി. ഗാന്ധിജിയെ നമുക്ക് സേവനഭാരമായിരുന്നു. ക്ലാസ്സിലെയും മുറ്റത്തെയും കല്ലുപെറുക്കിയും കടലാസു നീക്കിയും പുല്ലു പറിച്ചും നാം ഈ ദിനം ആചരിക്കരുത്. മറിച്ച് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ ജീർണതകളെയും തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കണം. ഭാരതം സ്വതന്ത്ര വഴിയിലൂടെ നടക്കട്ടെ. അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം. നമ്മിലെ ദുഷിച്ച ചിന്തകളെയും ദുഷിച്ച മൂല്യങ്ങളെയും നമുക്ക് തുടച്ചു നീക്കാൻ ഈ ഗാന്ധി ജയന്തി ഒരു കാരണമാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.